പല വീടുകളിലും ഒരുപക്ഷെ ആവശ്യത്തിലുപരി അനാവശ്യത്തിനായിട്ട് പല അലങ്കാരങ്ങളും ചെയ്യുന്നുണ്ട്. അത് അതിൻ്റെതായിട്ടുള്ള വാസ്തു നിയമങ്ങൾ അനുസരിച്ചല്ല തെറ്റിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, നമ്മളൊരു വീട് പണിയുകയാണ്. ആ വീട് പണിഞ്ഞിട്ട് അപ്പോൾ ഒരു സാധാരണ വീടാണ്, ഒരു മീഡിയം സൈസുള്ള ഒരു വീടാണ് നമ്മൾ പണിയുന്നത്. ഒരു 1000 സ്ക്വയർ ഫീറ്റിനകത്തുള്ളൊരു വീട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് നമുക്ക് അതിൻ്റെ ഗേറ്റ് വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ഭയങ്കര ഒരു പടിപ്പുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന് യോജിക്കാത്ത രീതിയിലുള്ള വലിയൊരു പടിപ്പുര പണിഞ്ഞ് അവിടെ വയ്ക്കുന്നത് വാസ്തുപ്രകാരം ഒട്ടും നല്ലതല്ല. കാരണം വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ മതിൽ പണിയുമ്പോൾ എല്ലാ സ്ഥലത്തെ മതിലിൻ്റെ അതേ ഹൈറ്റേ വരാൻ പാടുള്ളൂ. അതല്ല അവിടെ ഹൈറ്റ് കൂട്ടി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും അതുപോലെ ഹൈറ്റ് കൂട്ടേണ്ടതുണ്ട്. അവിടെ ഒരുപാട് ഉയർത്തി വെയിറ്റ് കയറുന്ന രീതിയിൽ ഒരു ഗോപുരം ചെയ്യുന്നത് വാസ്തുപ്രകാരം നല്ലതല്ല. അല്ലെങ്കിൽ ആ വീട് എത്രത്തോളം വലിയ സൈസിലുള്ള വീടായിരിക്കണം, എങ്കിൽ അതിൽ തെറ്റില്ല. അല്ലാതെ ചെയ്യുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ സ്വിമ്മിംഗ് പൂളുകൾ പണിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളുകൾ പണിയുമ്പോഴത്തേക്ക് ഒരു വീട്ടിന് സ്വിമ്മിംഗ് പൂൾ പണിയുന്നത് കൊണ്ട് ദോഷമില്ല. പക്ഷെ ഒരു കാരണവശാലും തെക്ക് കിഴക്കിലോ തെക്ക് വശത്തോ തെക്ക് പടിഞ്ഞാറിലോ ഒരു സ്വിമ്മിംഗ് പൂൾ പണിയുന്നത് വാസ്തുപ്രകാരം നല്ലതല്ല. അപ്പോൾ വാസ്തുപ്രകാരം നമുക്ക് എവിടെ പണിയാന്ന് ചോദിച്ചാൽ വടക്ക് വശത്ത് സ്വിമ്മിംഗ് പൂൾ പണിയുന്നത് ഏറ്റവും നല്ലതായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട്. അടുത്തത് പട്ടിക്കൂട്. പട്ടിക്കൂട് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് പട്ടിക്കൂട് വടക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യാൻ പാടില്ല. പട്ടിക്കൂടിൻ്റെ ഏറ്റവും അനുയോജ്യമായ സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറാണ്. തെക്ക് കിഴക്കും വടക്ക് കിഴക്കും പട്ടിക്കൂട് പണിയുന്നത് ഏറ്റവും ദോഷമായി വാസ്തുവിൽ പറയുന്നുണ്ട്. നമ്മളൊരു വീട് വെച്ചിട്ട് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് മറ്റൊരു നിർമ്മിതി പണിയുന്നത് ഒരു കാരണവശാലും നല്ലതല്ല. പല വീടുകളിലും വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് സെക്യൂരിറ്റിക്കുള്ള ഒരു റൂമുകളായിട്ട് അവിടെ പണിയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു തരത്തിലുള്ള നിർമ്മിതിയും പാടില്ല. വടക്ക് കിഴക്ക് ഭാഗം എപ്പോഴും വൃത്തിയായിട്ടും ഒഴിച്ചു വീഴണം എന്നുള്ളതാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നമുക്ക് ചില ഫെങ്ഷുയി ടൂളുകളിലേക്ക് പോകാം. ഇത് ടർക്കിഷ് ബ്ലൂ ഐ ആണ്. മറ്റൊരാളുടെ ദൃഷ്ടി നമ്മുടെ ഭവനത്തിലേക്ക് പതിക്കാതിരിക്കാനായിട്ട് പ്രധാന വാതിലിന് സമീപത്ത് ഇത് ഹാങ് ചെയ്യാം. ഇത് 6 മെറ്റൽ കോയിൻസ് ആണ്. 2024 തെക്ക് കിഴക്ക് ഭാഗത്ത് 2 നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ഒഴിവാവാൻ വേണ്ടിയിട്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് 6 മെറ്റൽ കോയിൻസ് ഇടാം. ഇത് മണ്ടേരിയൻ ഡക്സ് ആണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐക്യത്തിനും സ്നേഹത്തിനും വേണ്ടി ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത് വയ്ക്കാം. ഇത് ബ്ലൂ റൈനോ എലിഫൻ്റ് ആണ്. ഇത് മറ്റുള്ളവരെ പറ്റിപ്പിൽ നിന്നും കടബാധ്യതയിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്കിത് തെക്ക് വശത്ത് വീടിൻ്റെ പുറത്തോട്ട് നോക്കി വയ്ക്കാം. ഇത് 3 ലെഗ്ഡ് ഫ്രോഗ് ആണ്. സമ്പത്ത് നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് മെയിൻ ഡോറിൽ നിന്ന് വീടിൻ്റെ ഉള്ളിലോട്ട് നോക്കി 3 ലെഗ്ഡ് ഫ്രോഗ് വയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.